ഇന്ത്യയുടെ പരമാധികാരത്തെ അപായപ്പെടുത്താനും രാഷ്ട്രത്തിനെതിരെ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന എന്നാണ് ഇദ്ദേഹം കൊടുത്ത കേസിൽ പറയുന്നത്. ആസാം പോലീസ് കൈയോടെ FIR ഇട്ടു. രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിയാണ്. പ്രതി എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കേസിലെ പ്രതിയാണ്. രാജ്യദ്രോഹ കേസ് തെളിയിക്കപ്പെട്ടാൽ 10 വർഷം മുതൽ ചിലപ്പോൾ ജീവപര്യന്തം തടവ് വരെ കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയെ എങ്ങോട്ടായിരിക്കും, ഏത് ജയിലിലായിരിക്കും കൊണ്ടുപോകുന്നത്? FIR ഇട്ടാൽ ഉടനെ ജയിലിലൊന്നും പോവില്ല. FIR ഇട്ടാൽ രാഹുൽ ഗാന്ധി വരണം, ജാമ്യം എടുക്കണം, പിന്നെ കോടതിയിൽ കുറ്റപത്രം വായിക്കും, ട്രയൽ നടക്കും. ശിക്ഷിക്കപ്പെട്ടാൽ രാഹുൽ ഗാന്ധിയല്ലേ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള അതീവ സുരക്ഷയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെട്ടാൽ അവരെ അതിസുരക്ഷയുള്ള ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ മിക്കവാറും തീഹാർ ജയിലിലേക്കായിരിക്കും. തീഹാർ ജയിലിലാണ് അതീവ സുരക്ഷയുള്ള ഇന്ത്യയിൽ ഹൈ സെക്യൂരിറ്റി ജയിലുകളിലൊന്ന് തീഹാറാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അവിടേക്കാണ് പോകുന്നത്. അവിടേക്കൊക്കെ പോകുമെന്ന് വരട്ടെ. പക്ഷേ ഈ ധന്യ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം എന്താണെന്നറിയാമോ? ഈ കോൺഗ്രസിൻ്റെ പുതിയ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഉദ്ഘാടനം ഡൽഹിയിൽ നടന്നു. കഴിഞ്ഞ 15-ാം തീയതിയാണ്. 15-ാം തീയതി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു. നമ്മുടെ പോരാട്ടം രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും കൈയടക്കിയ BJP, RSS എന്നിവയ്ക്കെതിരെ മാത്രമല്ല, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ്. 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. RSS BJP ഈ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും കൈയടക്കി എന്ന് പറഞ്ഞാൽ രാവിലെ RSSകാരും BJPക്കാരും കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ട് നേരെ പഞ്ചായത്ത് ഓഫീസിൽ കയറുന്നു, പോസ്റ്റ് ഓഫീസിൽ കയറുന്നു. അങ്ങനെ കയറി ഇന്ത്യൻ പാർലമെൻറ്റിൽ കയറി ഇരിക്കുന്നതാണോ? രാവിലെ നരേന്ദ്രമോദി അവിടുത്തെ ആ ചായക്കടയിൽ നിന്ന്, ഇവർ ചായക്കടക്കാരെന്നാണോ വിളിക്കുന്നത്, ചായക്കടയിൽ നിന്ന് ചായയടിയൊക്കെ നിർത്തിയിട്ട് ആ തോളത്തിട്ട് നേരെ ഡൽഹിക്ക് വണ്ടി കയറി നേരെ പോയി നെഹ്റു കുടുംബത്തിലെ കൊച്ചുമകൾക്ക് അല്ലെ പെണ്ണുങ്ങൾ വയറൊഴിയുമ്പോൾ ഉണ്ടാകുന്ന മക്കൾക്ക് ഇരിക്കാൻ കിട്ടുന്ന കസേരയായ പ്രധാനമന്ത്രി കസേരയിൽ കയറി മോദി ഇരുന്നാണോ? അല്ലല്ലോ. പഞ്ചായത്ത് മുതൽ ഇന്ത്യൻ പാർലമെൻറ്റ് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം തൊട്ട് പ്രസിഡൻറ്റിൻ്റെ പദം വരെ BJPക്കാർ നേടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പിലൂടെയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്. അപ്പോൾ അത് അയാൾ പറയുന്നത് പോലെ അവിടെ എല്ലാ സ്ഥാപനങ്ങളും കൈയടക്കിയതൊന്നുമല്ല, ജനങ്ങൾ അങ്ങോട്ട് കൊടുത്തതാണ് ആണല്ലോ. അതാണ് ഒന്നാമത്തെ തെറ്റ്. അത് പോട്ടെ, അത് വേണമെങ്കിൽ രാഷ്ട്രീയമായി പറയുന്നൊരു കാര്യം. പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ നമ്മൾ യുദ്ധം ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു അപകടം പിടിച്ചതാണ്.